കർത്താവിൻ്റെ പുണ്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാതത്തിൽ മനസ്സിലൂടെ കടന്നുപോയ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസഗോളത്തിൽ കടന്നു വന്ന പല ആളുകൾ അവരുടെ സംസാരത്തിൽ ഭാരങ്ങൾ അനുഭവിക്കുന്നതും പ്രയാസങ്ങൾ അനുഭവിക്കുന്നതും വളരെ വേദനയോടെ പങ്കുവയ്ക്കുന്ന പല കാര്യങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു കൂട്ടം ആളുകൾ അതിനെ വളരെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതും കേട്ടിട്ടുണ്ട്. ഏതെല്ലാം പ്രതികൂലങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും ഭാരങ്ങൾ കടന്നു വന്നാലും ഞാൻ അനുഗമിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാത വിട്ട് പിന്മാറുന്ന ഒരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അതിൽ അടിയുറച്ച് വിശ്വസിച്ച് കർത്താവിനെ ധ്യാനിച്ച് പോകുന്ന ആളുകളും കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതത്തിൽ ചില പ്രയാസങ്ങളും ഭാരങ്ങളും കടന്നു വരുന്നത്? ആവർത്തന പുസ്തകം 8-ാം അധ്യായം എൻ്റെ 2-ാമത്തെ വാക്യം പ്രകാരം പറയുന്നു, നിൻ്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിൻ്റെ ഹൃദയത്തിലിരിക്കുന്ന അറിയുവാനുമായി നിന്നെ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും ഓർത്തുകൊള്ളണം. ഈ ആവർത്തന പുസ്തകത്തിൽ പറയുന്ന ഇസ്രായേൽ മക്കളെക്കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് ദൈവം അവരെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊള്ളാൻ വേണ്ടിയിട്ട് ആണ് ഈ വിഷയത്തോളം ബന്ധത്തിൽ ആവർത്തന പുസ്തകത്തിൽ സംസാരിക്കുന്നത്. എന്നാൽ പുതിയ നിയമ വിശ്വാസിയായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ കടന്നു വരുമ്പോൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ അന്ന് പിറുപിറുത്ത പോലെ ഒരു പിറുപിറുപ്പിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? ഞാൻ പിറുപിറുക്കുന്നുണ്ടോ? ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്നുണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം വിലകൊടുത്ത് വാങ്ങിയ ദൈവം ഇതില്ല ഞാനും നിങ്ങളും. ഒരു ഭാരം കടന്നു വരുമ്പോൾ, പ്രയാസം കടന്നു വരുമ്പോൾ അതിൽ ഭാരപ്പെട്ട് വായിൽ തോന്നിയതെല്ലാം പറയുന്നുണ്ടോ? അത് പിശാച് അതിന്മേൽ ജയമെടുക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. നമുക്ക് ലഭിച്ച ഒരു പ്രമാണമുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്രകാരം പാപജീവിതം അവസാനിപ്പിക്കുവാൻ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. ഈ പ്രമാണം ഇപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കുന്നുണ്ടോ? അതനുസരിച്ചാണോ ജീവിക്കുന്നത് എന്ന് വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. അത് പരീക്ഷിച്ചറിയുവാൻ കർത്താവ് നമ്മെ താഴ്ത്തിയേക്കാം, ചിലപ്പോൾ ഭാരങ്ങളിട്ടേക്കാം. പക്ഷെ വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവവൈതൽ ഒരിക്കലും തളർന്നു പോവുകയില്ല. ഏതെല്ലാം ഭാരങ്ങൾ കടന്നു വന്നാലും, ഏതെല്ലാം പ്രയാസഘട്ടങ്ങൾ, ആരുമില്ലാത്ത അവസരം കടന്നു വന്നാലും അതിൻ്റെ നടുവിലും ഒരു ദൈവവൈതൽ പ്രമാണത്തിൽ ഉറച്ചു നിൽക്കും. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മഹത്തായൊരു ശ്രേഷ്ഠമായൊരു അനുഭവമാണ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരുമായി പടകിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു സംഭവം നമ്മുടെ ബൈബിൾ വളരെ വായിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ സംസാരിക്കുന്ന അവരുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം കടന്നു വന്നപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ആ വാക്യം മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതും, അതുപോലെ കുരുടർ കാണുകയും മുടന്തർ നടക്കുകയും, ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കണ്ട ശിഷ്യന്മാർ തൻ്റെ ജീവിതത്തിൽ ഒരു പ്രതികൂലം കടന്നു വന്നപ്പോൾ കർത്താവ് പടകിലുണ്ടെന്നൊരു ചിന്ത പോലും ഇല്ലാതെ, ശരിക്കും പറഞ്ഞ ഈ മുക്കുവന്മാർ അവർക്കാണ് ഗലീല കടലിൻ്റെ അതിൻ്റെ സ്വഭാവങ്ങളും അതിൻ്റെ ഗൗരവമായ കാര്യങ്ങളെല്ലാം വളരെ തിരിച്ചറിയുന്ന ആളുകളാണ്. എന്നാൽ ഒരാവശ്യം വന്നാൽ ഒന്ന് നീന്തി ഒന്ന് പോയി രക്ഷപ്പെടാനൊക്കെ അവർക്ക് അറിയാം. പക്ഷെ അവർ യേശുവിനെയും കൂടെ രക്ഷിക്കേണ്ട ഒരാളാണ് ആ സമയത്ത്. കാരണം യേശുവിന് നീന്തൽ അറിയില്ല. യേശു ചെറുപ്പം മുതൽ അത് പഠിച്ചിട്ടില്ല. അപ്പോൾ അവരിൽ കടന്നു വന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, കർത്താവ് കൂടെ ഉണ്ടെന്ന് പോലും ചിന്തയില്ലാതെ അവർ പറയുകയാണ്, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഇത്തരത്തിലുള്ള വാക്കുകളൊന്നും യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമ വിശ്വാസിയായ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരുന്നതൊക്കെയാണ്. ഇപ്രകാരമുള്ള ചിന്തകളെല്ലാം നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഈ ദുഷ്ടനായ പിശാച്
അവൻ ആരെ വിഴുങ്ങേണ്ടി നോക്കി ചുറ്റി നടക്കുക. അവനിങ്ങനെ ചുറ്റി നടക്കുന്ന സമയത്ത് നമ്മൾ ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ അതേൽ പിടിച്ച് ജയമെടുത്ത് നമ്മുടെ ക്രിസ്തീയ ജീവിതം തകർത്ത് കളയുന്ന രീതിയിൽ വെറുവെറുപ്പിൻ്റെ അനുഭവത്തിലേക്ക് മാറുന്ന ഒരു വലിയ ഗൗരവമായ കാഴ്ചയാണ് പലയിടത്തും കാണുന്നത്. എന്നാൽ പല ദൈവമക്കളും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇതുപോലുള്ള വാക്കുകളൊന്നും ഒരു ആയെന്ന് പോയി നമ്മൾ വന്നു പോയേക്കരുത്. നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശു പടകിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു, കടലിനെ ശാസിച്ചു, അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞു. കാരണം സൃഷ്ടിച്ചവനാണ് കൂടെ ഉള്ളത് എന്നൊരു ഉത്തമ ബോധ്യം പോലും ശിഷ്യന്മാർക്കില്ലാതിരിക്കുമ്പോൾ പ്രകൃതി അത് തെളിയിച്ചു കൊടുത്തു. അടങ്ങ എന്ന് പറഞ്ഞപ്പോൾ അടങ്ങി, അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അനങ്ങാതിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ 2026 ഫെബ്രുവരി മാസം ഈ ദിവസത്തിലേക്ക് കടന്നു വന്നിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് ചെയ്ത ശ്രേഷ്ഠത എന്താണെന്നറിയോ? മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. യേശു രക്തം വില കൊടുത്താണ് എന്നെ നിങ്ങളെയും വാങ്ങിച്ചത്. ഒരു കാലത്ത് നമ്മൾ ക്രിസ്തുവുമായി യാതൊരു ബന്ധമില്ലാത്ത, വചനം പറയുന്നു, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ സമ്മതിയോട് യാതൊരു ബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പരദേശികളുമായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി രക്തം വില കൊടുത്ത് വാങ്ങിയെങ്കിൽ വില കൊടുത്തവൻ നമ്മെ കാത്തു പരിപാലിക്കും. ഒരിക്കലും നമ്മെ വഴിയിലിട്ടേച്ച് പോകുന്ന ഒരു ദൈവമല്ല. പാട്ട് പാടാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ടത്, അത് അനുഭവിച്ചറിയാനും കൂടെ ഒരു വരം ലഭിക്കണം. വിളിച്ച ദൈവം വിശ്വസ്തന, അവൻ വഴിയിലിട്ടേച്ച് പോകുന്ന ഒരു ദൈവമല്ല. ആമേൻ. ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ പിറുപിറുപ്പിൻ്റെ അനുഭവം കടന്നു വരരുത്. ഇസ്രായേൽ മക്കൾ പിറുപിറുത്തത് കൊണ്ട് പിറുപിറുത്ത ദൈവമക്കൾ ആരും കനാൻ ദേശം അവകാശമാക്കിയില്ല എന്ന് തിരിച്ചറിയണം. അവരുടെ ജീവിതത്തിൽ അതുകൊണ്ടൊരു ഗുണം അവർക്കും ഉണ്ടായില്ല. ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ ഭാരങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സങ്കടങ്ങൾ ആരോടും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് സമർപ്പിക്കാം. വചനം പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ഏവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ കടന്നു വരുവിൻ. ഈ ലോകത്തിന് തരാൻ കഴിയാത്ത സന്തോഷവും സമാധാനവും കർത്താവായ യേശു ക്രിസ്തുവിന് തരുവാൻ കഴിയും. അത് ഈ ലോകം തരുന്ന പോലെയല്ല. കർത്താവ് തരുന്ന സന്തോഷം, സമാധാനം അത് എന്നുമുള്ളതാണ്. അത് തലമുറയോളം ഇരിക്കുന്ന ഒരു അനുഭവം. നമ്മൾ പലപ്പോഴും ഒരു ഭാരം കടന്നു വരുമ്പോൾ, പ്രയാസം കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തികളെ ആയിരിക്കാം. പക്ഷേ ആ വ്യക്തികളെല്ലാം അവരേതെല്ലാം അനുഭവത്തിലൂടെ കടന്നു പോകുന്നതെന്ന് പോലും നമ്മൾ തിരിച്ചറിയാതെ അവരോട് ഈ വിഷയങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവർ ചിലപ്പോൾ നമ്മെ ശ്രദ്ധിച്ച് എന്ന് വരുന്നില്ല. അവരുടേതായ ചിന്തകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മുമ്പോട്ട് പോകും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവിടെയും ക്ഷീണിച്ചു പോയി പലരും തകർന്നു പോയിട്ട് ഇനി ആരുമില്ല എന്ന് വിചാരിച്ച് ചിലർ ആത്മഹത്യയുടെ വക്കിലേക്ക് വരെ കടന്നു പോയിട്ടുണ്ട്. ചിലർ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വചനം പറയുന്നു, ഹല്ലേലൂയ, ആർക്കും തരാൻ കഴിയാത്ത സന്തോഷം, സമാധാനം ഞാൻ തരും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പക്കലുണ്ട്. അത് ലോകം തരുന്ന പോലെയല്ല. ഞാൻ തരുന്ന സന്തോഷവും സമാധാനവും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സൃഷ്ടിച്ചവൻ നമ്മോട് കൂടിയുണ്ട്. രക്തം വില കൊടുത്ത് വാങ്ങിയ കർത്താവായ യേശു ക്രിസ്തു നമ്മോടൊപ്പം വസിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ പങ്കാളിയായ ഞാനും നിങ്ങളും തിരിച്ചറിയണം, ഈ ശരീരം ദൈവത്തിന് വസിക്കാനുള്ളൊരു മന്ദിരമാണ്. വചനം പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ക്രിസ്തു വസിക്കുന്ന മന്ദിരമായ ഈ അനുഭവത്തിൽ നാം ജീവിക്കുമ്പോൾ ഒരിക്കലും പിറുപിറുപ്പിൻ്റെ അനുഭവം ഉണ്ടായത്. ലോകമാം ഗംഭീരവാരിധിയിൽ ഈ വിശ്വാസ കപ്പലുമായി നാം യാത്ര ചെയ്യുമ്പോൾ കടന്നു വരുന്ന പ്രതികൂലങ്ങളെ നേരിടുവാൻ പരിശുദ്ധാത്മാവ് സകല സത്യത്തിൽ നമ്മെ വഴി നടത്തുന്ന ഒരു ചിന്ത നമ്മൾ മറന്നു പോകരുത്. പരിശുദ്ധാത്മാവ് നമ്മോട് കൂടിയുണ്ട്. ദൈവം നമ്മോടൊപ്പം വസിക്കുന്നുണ്ട്. ആമേൻ. ഒരു കാരണവശാലും പിറുപിറുപ്പിൻ്റെ അനുഭവം കടന്നു വരരുത്. ഭാരപ്പെട്ട് നിന്ദിക്കുന്ന അനുഭവം കടന്നു വരരുത്. വചനത്തിൽ ഉറച്ചു നിൽക്കണം. പ്രമാണമനുസരിച്ച് ജീവിക്കണം. പ്രമാണമനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയും കനാൻ ദേശം അവകാശമാക്കില്ല. പ്രമാണത്തിൽ ഉറച്ചു നിൽക്കണം. നമ്മളങ്ങനെ പറയും, സിയോൻ യാത്രയിൽ മനമേ ഭയമൊന്നും വേണ്ടിയിരിക്കും. ഈ സിയോൻ യാത്രയിൽ സിയോനെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന ദൈവമക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയതുപോലെ കനാൻ ദേശം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവത്തിലേക്ക് കടന്നു പോകരുത്. നമുക്ക് ഉറച്ചു നിൽക്കാം, ശക്തി പ്രാപിക്കാം.
ദൈവവചനത്തിൽ അനുസരിച്ച് നമ്മുടെ ജീവിതം നയിക്കാം. ഇത് വേറൊരു കാര്യം. ഇതോടൊപ്പം തന്നെ നമ്മുടെ തലമുറയും അനുഗ്രഹിക്കപ്പെടും. നമ്മൾ എന്ത് ചെയ്യുന്നോ അതാണ് നമ്മുടെ തലമുറ ചെയ്യുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ തലമുറയും പ്രാർത്ഥിക്കാതിരിക്കും. ബൈബിൾ വായിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ തലമുറയും ബൈബിൾ വായിക്കാതിരിക്കും. അതല്ല വേണ്ടത്. ആമേൻ. നമ്മുടെ കുടുംബം അത് ക്രിസ്തുവിനുള്ള കുടുംബമാണ്. ക്രിസ്തു വസിക്കുന്നൊരിടമാണ്. ആ ഒരു അനുഭവത്തിൽ വിശ്വാസഗോളത്തിൽ ഉറച്ചു നിന്ന് അനേകർക്ക് മാതൃകയായി, അനേകം തകർന്നു പോയ കുടുംബങ്ങൾക്ക് ഒരു രക്ഷയായി ജീവിതത്തിൽ ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠത ആമേൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അത് ലഭിച്ച് അതിനു വേണ്ട മഹത്വം കൊടുത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാതയിൽ നമുക്ക് മുന്നേറാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം.